ശരത്ത് വാൻഹായ് 503 എന്ന ചരക്ക് കപ്പൽ പുറംകടലിൽ കിടന്ന് കത്തുകയാണ്. അത് കൂടുതൽ കണ്ടെയ്നറുകളിലേക്ക് പുക ആളിപ്പടരുന്നുണ്ട് എന്നാണ് ഇപ്പൊ വരുന്ന ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇതിൽ കപ്പൽ മുഴുവനായി കത്തിപ്പോവാനുള്ള സാധ്യത കൂടി ഇപ്പോൾ കാണുന്നുണ്ട്. കാരണം തീ വലിയ രീതിയിൽ സ്പ്രെഡ് ആവുന്നുണ്ട്. ഇന്നലത്തേക്കാൾ ഇന്ന് അവസ്ഥ കുറച്ചും കൂടി മോശമാവുകയാണ്. ഇന്ന് ഉച്ചത്തോടുകൂടി അവസ്ഥ കുറച്ചും കൂടി മോശമായി വരികയാണ്. പ്രത്യേകിച്ച് അവിടെ ഈ തീ അണയ്ക്കാനായി ആകെ 2 ഷിപ്പ്, കോസ്റ്റ് ഗാർഡിന്റെ 2 ഫയർ ഫൈറ്റിംഗ് ഷിപ്സ് മാത്രമാണ് ഇപ്പോൾ നിലവിൽ അവിടെ ഉള്ളൂ. കാരണം ആ 2 ഷിപ്പിന് മാത്രമേ അവിടെ തീ അണയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ. അത്ര സ്പേസേ എവിടെയുള്ളൂ. കാരണം ഈ ഷിപ്പ് നിൽക്കുന്ന ഭാഗത്തിന്റെ എതിർവശത്തേക്കുള്ള കാറ്റ്, ആ എതിർവശത്ത് നിന്ന് നമുക്ക് ഇതുപോലെ വെള്ളം പമ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും പുകയും തീയുമാണ് ആ സൈഡിലേക്ക് കാറ്റ് കാരണം ആ ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നിന്നുകൊണ്ട് മാത്രമേ ഈ വെള്ളം പമ്പ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് തീ അണയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയാണ് അവിടെ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഏറ്റവും കൂടുതൽ ഇതിനെ പേടിക്കേണ്ടത് വരും ദിവസങ്ങൾ കൂടിയാണ്. പേടിക്കുക എന്ന് പറയുമ്പോൾ തെക്ക് കിഴക്കൻ മേഖലയെ സഞ്ചരിച്ചാണ് ഇതിൻ്റെ ഈ കണ്ടെയ്നറുകളടക്കം പോകുന്നത്. അത് പ്രധാനമായിട്ടും ഇന്ധനത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം. അതിനു മുൻപ് തന്നെ ഇതിനകത്തുള്ള മാരകമായ വിഷവസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകളാണ് പതിച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇത് കൊച്ചി, കോഴിക്കോട് ഭാഗങ്ങളിലേക്കായിരിക്കും വരാൻ പോകുന്നത്. അടുത്ത 3 ദിവസം എടുക്കും എന്നാണ് പറയുന്നത്. 3 ദിവസം ഇത് കടലിൽ തന്നെ കാണും. അപ്പോൾ കടലിലേക്ക് എത്തുന്നവർ ജാഗ്രത പാലിക്കും, തീരത്തുള്ളവർ കടലിലുള്ളവർ ജാഗ്രത പാലിക്കുമെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഇത് 3 ദിവസം കഴിയും, അപ്പം കുറച്ച് ദിവസം കൂടെ എടുക്കുമെന്ന് പറയുന്നുണ്ട് ഇത് കരയിലെത്താൻ. അപ്പോൾ ഇത് വരാൻ പോകുന്ന പ്രശ്നം എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പേടിച്ചതുപോലെ തന്നെയാണ്. ഇതിനകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുള്ളതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇതിനകത്ത് കേട്ടത് വെച്ചിട്ടാണെങ്കിൽ ഈ മാരിടൈം ഓർഗനൈസേഷനിൽ നിന്നുള്ള ലഭിച്ച വിവരങ്ങൾ പ്രകാരം ക്ലാസ് 6ൽ പെടുന്ന കീടനാശിനികൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കീടനാശിനി പല വിഷവസ്തുക്കൾ വരുന്നുണ്ട്. മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കപ്പലിന് എണ്ണ ചോർച്ചയുണ്ട്. കാരണം 300 മുതൽ 400 വരെ ശേഷിയുള്ള ഇന്ധന ടാങ്കുകളാണ് ഇത്തരം കപ്പലുകൾ ഉണ്ടാകുന്നത്. ഇതിനകത്ത് തന്നെ 100 ഉണ്ടെന്ന് പറയുന്നു, 200 ഉണ്ടെന്ന് പറയുന്നു. എങ്കിൽ പോലും ഇത്രയും എണ്ണ ചോർന്ന് കടലിലേക്ക് പോവുകയാണ്. അതൊരു ഗുരുതര പ്രശ്നമായിട്ട് മാറും. മാത്രമല്ല ഇനി ഇത് തീ ആളിപ്പടർന്ന് ഇന്ധന ടാങ്കിലേക്ക് കടന്നാൽ അത് വലിയൊരു പൊട്ടിത്തെറിയിലേക്കും കലാശിക്കും. അങ്ങനെ നമുക്ക് മുന്നിൽ അപകടങ്ങൾ ഒരുപാടുണ്ട് ഇതിനകത്ത്. മാത്രമല്ല നേരത്തെ പേടിച്ചതുപോലെ തന്നെ നമ്മൾ ഇത് ഇനിയും മത്സ്യലഭ്യത ഇപ്പം ഒരുപാട് പേരെ സംബന്ധിച്ചത് എനിക്ക് തോന്നുന്നു മത്സ്യത്തൊഴിലാളികളെ കാര്യമായിട്ട് ബാധിക്കാൻ പോകുന്നത്. അതായത് ഇപ്പോൾ തന്നെ പൊതുവേ ഒരു പറച്ചിലുകളുണ്ട്. അപ്പോൾ മത്സ്യവില്പന കുത്തനെ ഇടിയുന്നൊരു സാഹചര്യം ഉണ്ടായി. മത്സ്യത്തൊഴിലാളികളൊക്കെ പട്ടിണിയിലേക്ക് കടക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ആരും ഇപ്പോൾ മത്സ്യം വാങ്ങുന്നില്ല. അതുപോലെ തന്നെ ചിക്കൻ്റെയും മുട്ടയുടെയൊക്കെ വില കൂടുന്നു. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയും കൂടെ ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു കാര്യമുണ്ട്. കണ്ടെയ്നറുകളിൽ തന്നെ ഇപ്പോൾ അതിനകത്ത് തന്നെ പെയിന്റ് ഉണ്ട്. അപ്പോൾ പെയിന്റ് അടക്കമുണ്ട്, 17 ടൺ പെയിന്റ് ഉണ്ട്. അതുപോലെ തന്നെ അപകടകരമായ 157 വസ്തുക്കൾ ആ കണ്ടെയ്നറുകളിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയും അപകടങ്ങളാണ് ഇതിനകത്തുള്ളത്. അതുപോലെ മാരക വിഷാംശം അടങ്ങിയ കീടനാശിനിയ ബയോപെരിഡിലിയം അത് ഏകദേശം 1,83,200 ലിറ്ററാണ് ഉള്ളത്. ഇതെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കുക. കടലിലൊക്കെ വന്ന് പതിക്കുകയാണെങ്കിൽ അതുവഴി ഉണ്ടാകാൻ പോകുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ വേറെയുമുണ്ട്. ഇപ്പോൾ കടൽ ജീവികളെ മാത്രമല്ല ജനജീവിതത്തെ തന്നെ സാരമായിട്ട് ബാധിക്കാൻ പോകുന്നൊരു വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഒരു കപ്പൽ അപകടം കഴിഞ്ഞ് ദിവസങ്ങളായിട്ട് പോലും ഇതിൽ നിന്ന് വീണ്ടും മോചിതരായിട്ടില്ല. അപ്പോഴാണ് പുതിയൊരു വിഷയം കൂടി വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും പേടിക്കേണ്ട ഒരു ദിനങ്ങൾ കൂടിയാണ്. മാത്രമല്ല മുന്നൊരുക്കത്തിന്റെ ദിനങ്ങളാണ്, ജാഗ്രതയുടെ ദിനങ്ങൾ തന്നെയാണ് ഇനി മുന്നിലുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത് ഇവിടെ കപ്പലിന് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അല്ലെങ്കിൽ ഇതുപോലെ ഒരു തീപിടുത്തം സംഭവിച്ചാൽ 2 കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. ഒന്ന്, ആ കപ്പലിലുള്ള തൊഴിലാളികളെ, ജീവനക്കാരെ റെസ്ക്യൂ ചെയ്ത് സുരക്ഷിതമായി അവരെ കരയിലേക്ക് എത്തിക്കുക എന്നത്. 2, ഈ കപ്പലിൽ നിന്ന് ചോർന്നു പോകുന്ന വാതകങ്ങളോ അല്ലെങ്കിൽ കപ്പൽ ക്യാരി ചെയ്യുന്ന എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ, ഇപ്പോൾ ജീവന് ഹാനിയാവുന്ന ഈ സബ്സ്റ്റൻസുകളെല്ലാം കടലിൽ വീണ് കഴിഞ്ഞാൽ അത് തീരത്തേക്ക് അടുക്കുമോ എന്ന ഉള്ള ഒരു ടെൻഷൻ. അപ്പോൾ ആദ്യത്തെ നമ്മൾ സക്സസ്ഫുള്ളി അവരെ, ജീവനക്കാരെ എല്ലാം നമ്മൾ റെസ്ക്യൂ ചെയ്ത് കരയിലേക്ക് എത്തിച്ചു. ഇനി രണ്ടാമത് വരുന്ന കാര്യമാണ് ഇതിൽ പടരുന്ന തീ അണയ്ക്കുക, പിന്നെ ഇതിൽ നിന്ന് കടലിലേക്ക് പോകുന്ന സബ്സ്റ്റൻസിനെ നിർവീര്യമാക്കുക എന്നത്. ഇതിൽ രണ്ടാമത്തെ ഏറ്റവും ദുഷ്കരമായ കാര്യമാണ്. ഇത് എടുത്തു പറയുമ്പോൾ കടലിലേക്ക് വീഴുന്ന സബ്സ്റ്റൻസുകൾ ഇത്രയും പുറംകടലിൽ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് വ്യാപിച്ച്, ചിലപ്പോൾ അതിൻ്റെ വീര്യമെല്ലാം ഇല്ലാതെയായി ചിലപ്പോൾ ഉൾക്കടലിലേക്ക് വ്യാപിച്ച് പോയേക്കാം. പക്ഷേ അതല്ല, ഇത് കരയിലേക്ക് അടുക്കുകയാണെങ്കിൽ കാറ്റിൻ്റെയൊക്കെ ഗതി കാരണം ഇതിൽ നിന്ന് വരുന്ന സബ്സ്റ്റൻസുകൾ, ഈ ഇന്ധനം പോലെയുള്ള സബ്സ്റ്റൻസുകൾ കരയിലേക്ക് അടുക്കുകയാണെങ്കിൽ അത് മീനുകൾ ഭക്ഷിക്കാം, അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളെ ബാധിക്കാം. ഇത് കരയിലേക്ക് അടുക്കുന്തോറും അവിടെ ജീവിക്കുന്ന ആളുകളെ ബാധിക്കാം. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ മനസ്സിലാവുന്നത് ഈ കപ്പലിൽ കണ്ടെയ്നറുകൾ പൂർണ്ണമായും കത്താൻ തുടങ്ങി, എല്ലായിടത്തേക്കും വ്യാപിക്കുന്നു എന്നതാണ്.
നമ്മുടെ കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പുകൾ ഇപ്പോൾ തീ അണയ്ക്കുന്നതിനായുള്ള ശ്രമം തുടരുന്നുണ്ടെങ്കിലും അതിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കാരണം ഈ ഷിപ്പിൽ നിന്ന് വളരെ ശക്തിയായിട്ടാണ് തീ അണയ്ക്കാനുള്ള ഈ വെള്ളം പമ്പ് ചെയ്യുന്നത്. ഈ വെള്ളം വന്ന് വീഴുന്നത് ഈ ഷിപ്പിനകത്താണ്. അപ്പോൾ ഈ ഷിപ്പിന്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കാം. അതുകൊണ്ട് തന്നെ ഈ കപ്പൽ മൊത്തമായി മുങ്ങിപ്പോവാം. അങ്ങനെ മുങ്ങിപ്പോയാൽ മറ്റ് നമ്മുടെ മുമ്പ് MSC കപ്പൽ മുങ്ങിയ പോലെ കണ്ടെയ്നറുകൾ ഒഴുകി നടക്കാം, അത് തീരത്തേക്ക് അടിക്കാം, അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ അതിൽ നിന്ന് വരും. ഇനിയല്ല ഈ തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചാൽ നമുക്കൊരു പക്ഷേ ഇത് ഷിപ്പ് കെട്ടി വലിച്ചോ അല്ലെങ്കിൽ ഇത് മറ്റൊരു ഭാഗത്തേക്ക് ഇതിൻ്റെ എഞ്ചിനോ മറ്റു തകരാറുകളൊന്നും സംഭവിച്ചിട്ടില്ല, ഇത് യാത്ര ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലാണ്, അതിൻ്റെ ബോഡിക്കൊന്നും തീ പിടിച്ചിട്ടില്ല എങ്കിൽ നമുക്കത് മറ്റു സ്ഥലത്തേക്ക് മാറ്റാൻ സാധിക്കും. അല്ലാതെ വരികയാണെങ്കിൽ തീ കൂടുതലായി കത്തിപ്പിടിച്ച് ഇന്ധന ടാങ്കിന് അടുത്തേക്ക് വരെ തീ എത്തുകയാണെങ്കിൽ അതൊരു പക്ഷേ ഈ കപ്പലിൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കാം, കപ്പൽ പൂർണ്ണമായും മുങ്ങിപ്പോവാനൊക്കെ ഇത് കാരണമാകും. ഇങ്ങനെ മുങ്ങിപ്പോയാൽ തന്നെ ഇത് കപ്പൽ ചാലാണ്, അവിടെ നിന്ന് എടുത്ത് മാറ്റണം, അതുപോലെ ഇതിൽ നിന്ന് വരുന്ന സബ്സ്റ്റൻസുകൾ തീരത്തേക്ക് അടിക്കാം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന് പിന്നിൽ വരാൻ സാധ്യതയുണ്ട്. കപ്പലെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ പരമാവധി തീ അണയ്ക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഇപ്പോൾ ഇവിടെയുള്ള നമ്മുടെ രക്ഷാദൗത്യത്തിന് മുന്നിലുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് നിയന്ത്രണ വിധേയമാകുന്നില്ല. ഓരോ മണിക്കൂർ കഴിയുന്തോറും തീ ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്നു. ഇത് പൂർണ്ണമായിട്ട് മുങ്ങിയാലും പ്രതിസന്ധിയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാസവസ്തുക്കൾ, ഭയങ്കരമായിട്ടുള്ള രാസവസ്തുക്കളെല്ലാം അടങ്ങിയ ഒരു കപ്പൽ കൂടിയാണ് അതിനകത്തുള്ള കണ്ടെയ്നറുകളാണ് ഈ കപ്പലിലുള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി ഇപ്പോൾ ചെയ്യുന്നൊരു നടപടികൾ എത്രത്തോളം വിജയം ആവുമെന്ന് അറിയില്ല. എന്തായാലും പരമാവധി അവർ ചെയ്യുന്നുണ്ട്, അവരെ കൊണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട്. ആകാശ ഇപ്പം എക്സ്ട്രാ ഇതുവഴി തന്നെ അതിനകത്ത് തണുപ്പിക്കാനുള്ള രീതികൾ, പൊട്ടിത്തെറി ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. എത്രയോ ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഒരേ സമയം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയും രീതിയിൽ പരമാവധി ഇതിൻ്റെ വ്യാപ്തി കുറയ്ക്കാനുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഒരു ആശങ്ക, ഈ കപ്പൽ പൂർണ്ണമായിട്ടും മുങ്ങോ എന്നുള്ളതാണ്. മുങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ ആശങ്ക പറയുന്നത് ഒരുപാട് പ്രതിസന്ധികളാണ് വരാൻ പോകുന്നത്. എന്തായാലും നമ്മുടെ രക്ഷാദൗത്യം അതെല്ലാം ഫലവത്താവട്ടെ എന്ന് പ്രത്യാശിക്കാം. ഒരു സാഹചര്യം കൂടി അനുകൂലമാവുകയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് ശുഭകരമായിട്ട് തന്നെ ഇത് നിൽക്കും. അതായത് വലിയ പ്രതിസന്ധികളൊന്നും പോകാതെ, വലിയ അപകടങ്ങളിലേക്ക് പോകാതെ തന്നെ ഇത് കലാശിക്കുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ആശയം.